ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാവരും അതിശക്തമായിട്ട് പറയുന്നുണ്ട് വൻഭൂരിപക്ഷത്തോടുകൂടി LDF മൂന്നാം തവണയും തിരിച്ചു വരുമെന്നുള്ളത്. താങ്കളും അങ്ങനെ തന്നെയായിരിക്കും വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ LDF അധികാരത്തിൽ വരികയും താങ്കൾക്ക് വീണ്ടും ടൂറിസം വകുപ്പ് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? അത് കേവലം അതൊരു സാങ്കല്പിക ചോദ്യം മാത്രമാണ്. അല്ല, നമ്മുടെ നിശ്ചയമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭാവി വികസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാവി എന്ന് പറയുന്നത് IT-യും ടൂറിസവുമാണ്. അത് ടൂറിസത്തിന് ലോകത്തിൻ്റെ എല്ലാ നല്ല മാതൃകകളും നമ്മുടെ കേരളം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കറിയാം ബാരിയർ ഫ്രീ ടൂറിസം നമ്മുടെ ഒരു പ്രോജക്റ്റായിരുന്നു. എന്നുവെച്ചാൽ അംഗവൈകല്യമുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ടൂറിസം കേന്ദ്രങ്ങളെ പ്രാപ്തമാക്കുക. ഞാൻ അന്ന് കൊണ്ടുവന്നൊരു നിയമം എന്ന് പറയുന്നത്, ഈ ഒരു ടൂറിസം ഡെസ്റ്റിനേഷന് നമ്മൾ അനുമതി കൊടുക്കണമെങ്കിൽ അത് ബാരിയർ ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീൽചെയർ ഫ്രണ്ട്ലി ആയിരിക്കണം. വീൽചെയർ ഫ്രണ്ട്ലി അങ്ങനെയുള്ളതിന് മാത്രമേ അനുമതി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രൂപത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും നിന്നും പുതിയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നല്ല ആശയങ്ങളെയും നമുക്ക് സ്വീകരിച്ച് ടൂറിസത്തിന് ഒരു ഉണർവും പുതിയ ഉന്മേഷമൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കണം. അത് ഒരുപാട് പദ്ധതികൾ മനസ്സിനകത്തുണ്ട്. എല്ലാം അന്ന് കുറേയൊക്കെ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 5 വർഷം ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധികളുടെ പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് അറിവുണ്ട് എന്ന് നമ്മൾ കരുതിയിട്ട് കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ 25, 30, 50, 60 വർഷക്കാലമായിട്ട് ഈ ടൂറിസം ഇൻഡസ്ട്രിയുടെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും കണ്ട് അതിൻ്റെ കയറ്റും ഇറക്കമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ടൂറിസം ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുണ്ട്. അവരെ വിശ്വാസത്തിൽ എടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സത്യം നമ്മൾ ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഗവൺമെൻറ് ഇൻഡസ്ട്രി വലിയ മുതൽ മുടക്കൊന്നുമില്ല. നമ്മൾ മുതൽ മുടക്കുന്നത് ഈ രൂപത്തിലൊക്കെയുള്ള ചില ടൂറിസം സെൻറ്റേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുതൽ മുടക്കുന്നു. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും യഥാർത്ഥത്തിലില്ല. പക്ഷേ പണ്ട് ഒരു ഹോം സ്റ്റേ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ സിംപ്ലിഫൈ ചെയ്തു. ഇപ്പോൾ അതെല്ലാം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഹോം സ്റ്റേക്ക് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള വിഷമമില്ലാതെ ഹോം സ്റ്റേക്ക് രജിസ്റ്റർ ചെയ്യാം. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ടൂറിസം മേഖല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എറണാകുളത്ത് ഞാനൊരു പൂൾ വില്ല, ഒരു പ്രൈവറ്റ് പൂൾ വില്ല അതിൻ്റെ ഒരു നിർമ്മാണത്തിലാണ് ഇപ്പോൾ. എനിക്ക് നമ്മൾ ബാലിയിലൊക്കെ ഉള്ളതുപോലെ, ഇന്തോനേഷ്യയിലെ ബാലിയിലൊക്കെ ഉള്ളതുപോലെ അവിടെ ഈ പൂൾ വില്ലകൾ ഭയങ്കര പോപ്പുലറാണ്. ഒരു ഇന്തോനേഷ്യൻ ബാലി സ്റ്റൈലിലുള്ള ഒരു പൂൾ വില്ല ഞാൻ എറണാകുളത്ത് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പഴയ വീടെടുത്തിട്ട് റിനോവേറ്റ് ചെയ്ത് ചെയ്യുകയാണ്. ഒരു 3 ബെഡ്റൂമുള്ളൊരു വീട്. അതിൽ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ള ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് പോലെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പണി തീരാറായി, അടുത്ത മാസം തുടങ്ങണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എനിക്കും ഈ ടൂറിസം, അത് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. ഈ ടൂറിസം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു മേജർ പോർഷൻ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഹോസ്പിറ്റാലിറ്റി ഇല്ലെങ്കിൽ പിന്നെ ടൂറിസം ഇല്ല. അവരാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റാലിറ്റി ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അപ്പോൾ എനിക്കത് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുകയും പഠിക്കുകയും കുറേ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഈ പല നിയമങ്ങളെല്ലാം തന്നെ ആക്കി വരുന്നുണ്ട് എന്നുള്ളത്. എല്ലാം ലഘൂകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ വ്യവസായ പ്രമുഖർ പോലും സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് അവരുടെ അവാർഡ് വിതരണ ചടങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി നടത്തുന്ന ഒരാൾ നടത്തിയ പ്രസംഗം എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്ത പ്രസംഗമാണ്. അദ്ദേഹം പറയുമായിരുന്നു, ഈ ഒരു വിഷമവും ഇല്ലാതെ മറ്റേത് സംസ്ഥാനത്ത് പോയാലും ഒരു ഇൻഡസ്ട്രി നടത്താൻ നമുക്ക് എളുപ്പമായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് നയിക്കാം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ, അഴിമതി, കോഴ, കൈക്കൂലി, ഏത് കാര്യത്തിനും അതുണ്ടെങ്കിൽ മാത്രമേ അനുവാദം കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥയിൽ ഇവിടെ 6-7 ദിവസക്കാലം കൊണ്ട് ഏത് ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി പുള്ളി പറയുന്നുണ്ടായിരുന്നു. ആ ഒരു മാറ്റം 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.